ഒരു ദിവസം നിങ്ങളുടെ ശബ്ദമോ ചിത്രമോ മുഖമോ നിങ്ങളറിയാതെ ഇന്റർനെറ്റിൽ വൈറലായാലോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ദിസ് ഇസ് നോട്ട് എ സയൻസ് ഫിക്ഷൻ. ഇതാണ് ഇന്നത്തെ ലോകം. കംപ്ലീറ്റ്ലി AI, ഡീപ് ഫേക്ക്, വോയിസ് ക്ലോണിംഗ്. ഇപ്പൊ ആരുടെ ഐഡന്റിറ്റി വരെ നമുക്ക് കോപ്പി ചെയ്യാം. അതിന്റെ കോൺസിക്വൻസ് എന്നാണ് വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് നടൻ ശ്രീ മോഹൻലാലും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തന്റെ ശബ്ദം, ചിത്രം, സംഭാഷണങ്ങൾ തുടങ്ങിയവ AI വീഡിയോകളിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടാണ് മോഹൻലാലിന്റെ ഹർജി. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്: നമ്മുടെ ഐഡന്റിറ്റി നിയമം സംരക്ഷിക്കുമോ? എന്താണ് ഈ പേഴ്സണാലിറ്റി റൈറ്റ്? സാധാരണക്കാർക്ക് ഈ അവകാശം കിട്ടുമോ? സിമ്പിളായി പറഞ്ഞാൽ സാധാരണക്കാർക്ക് നിയമസംരക്ഷണം ലഭിക്കും. പക്ഷേ പേഴ്സണാലിറ്റി റൈറ്റിലൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന സംരക്ഷണം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതായത് പേഴ്സണാലിറ്റി റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫ് അല്ലാട്ടോ, മറിച്ച് ഒരു വ്യക്തിയുടെ മുഖമോ ഭാവമോ അവരുടെ ശബ്ദമോ കൊമേഴ്ഷ്യൽ പർപ്പസിലേക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ അവർ വളരുമ്പോഴാണ് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് അവരുടെ പേഴ്സണാലിറ്റി റൈറ്റ് ആയിട്ട് മാറുന്നത്. ഇതിനകത്ത് നമ്മൾ ആരെയും അപകീർത്തിപ്പെടുത്തണം എന്നൊന്നുമില്ല. നമ്മുടെ കച്ചവട സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്താലും അബ്യൂസ് ചെയ്താലും അത് കുറ്റമായിട്ട് മാറും. പക്ഷേ ആദ്യം നമ്മൾ കോടതിയിൽ പ്രൂവ് ചെയ്യണം നമ്മളൊരു ഇൻഡിവിജ്വലിൽ നിന്ന് പേഴ്സണാലിറ്റി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ തെളിയിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ മോഹൻലാലിന്റെ കേസിൽ തന്നെ വാദം നടത്തിയ അഡ്വക്കേറ്റ് പത്മഭൂഷൺ, ഫാൽക്കെ തുടങ്ങിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയതിനെക്കുറിച്ചും 40 വർഷത്തിലേറെയായി സിനിമയിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ സമർത്ഥിക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പേഴ്സണാലിറ്റി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കോടതി ഒരു ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ, ജോൺ 2 എന്നാണ് ആ ഓർഡറിനെ പറയുന്നത്, അശോക് കുമാർ ഓർഡർ എന്നും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഈ ഓർഡർ പ്രകാരം ഇനി അങ്ങോട്ട് ആരും അവരുടെ പേഴ്സണാലിറ്റി റൈറ്റ്സ് വിത്തൗട്ട് കൺസെൻസ് ഉപയോഗിച്ചുകൂടാ. ഇനി ഇതെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ സമ്മതം ഇല്ലാതെ ചിത്രമോ വോയിസോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ നമ്മൾ ഉപയോഗിച്ചാലോ, ഐദർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വഴി നടപടിയെടുക്കാം, അല്ലെങ്കിൽ ഭീമമായ തുക നഷ്ടപരിഹാരമായിട്ടും അവർക്ക് ആവശ്യപ്പെടാം. സോ നാളെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കടയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് മോഹൻലാലിന്റെ ചിത്രമൊക്കെ വെറുതെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് മതി കേട്ടോ. ലക്ഷങ്ങളല്ല, കോടികൾ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഇനി നമ്മുടെ കേസിലോട്ട് വരാം. സാധാരണ ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ പേഴ്സണാലിറ്റി റൈറ്റ്സിന് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല, മറിച്ച് ഡിഫമേഷന് കേസ് കൊടുക്കാം. നമ്മളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്ത് സംഭവിച്ചാലും തെളിവ് സഹിതം നമുക്ക് ഡിഫമേഷൻ സൂട്ട് ഫയൽ ചെയ്യാം. അതിന് നമുക്ക് ഇൻജക്ഷൻ ഓർഡറും നേടിയെടുക്കാം. പറഞ്ഞു വന്നത് ഇതാണ്: our identity is our property and we have the right to protect it.